ഇൻഡിഗോ വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് പറയുകയാണ് DGCA. വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെയും വൈകിയതിന്റെയും വിശദീകരണം വിമാന കമ്പനിയിൽ നിന്ന് തേടി. കഴിഞ്ഞ ദിവസം ഇൻഡിഗോയുടെ 150 വിമാനങ്ങളാണ് വൈകിയത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസയുമായി ബന്ധപ്പെട്ട്, വിസ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ എത്തിച്ചേരേണ്ടതാണ്. 3 ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയം ലേറ്റ് ആകുമോ, അതുപോലെ തന്നെ വിമാനത്താവളത്തിലുണ്ടായ ചില നടപടികൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാരണമാണ്? ജീവനക്കാരുടെ കുറവാണെന്ന് ഇൻഡിഗോ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്നലെ മാത്രം 150ഓളം വിമാന സർവീസുകളാണ്, ഇൻഡിഗോയുടെ വിമാന സർവീസുകളാണ് വൈകിയത്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റീനയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയും ഒപ്പം തന്നെ അവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുമൊക്കെയാണ് ഇന്നലെ രാത്രി മുതൽ നേരിടുന്നത്. 150 സർവീസുകൾ വൈകുമ്പോൾ അത് ഡൽഹിയിൽ നിന്ന് പല മേഖലകളിലേക്ക് പോകേണ്ടത്, ഒപ്പം തന്നെ മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള സർവീസുകളാണ് വൈകിയത്. അതിൽ സാങ്കേതിക പ്രശ്നം എന്നൊക്കെ വിശദീകരണം പറയുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ ഈ പുതിയ ക്രൂ പരിഷ്കരണമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായ ജീവനക്കാരുടെ കുറവും ഈ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഏതാണെങ്കിലും ഇത്രയും വലിയ തോതിൽ ഈ സർവീസുകളെ അത് വൈകിപ്പിക്കുകയും ബാധിക്കുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ DGCA തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ വിമാനങ്ങൾ വൈകിയതിൻ്റെയും ഒപ്പം തന്നെ റദ്ദാക്കിയതിൻ്റെയും വിശദീകരണമാണ് DGCA തേടിയിരിക്കുന്നത്. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് ഈ ഘട്ടത്തിൽ ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.